നമസ്കാരം. ഉപാസനയിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗം 3-ാമത്തെ ശ്ലോകമാണ് ഇന്ന് ഉപാസന മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആ ശ്ലോകം ഇങ്ങനെയാണ്: ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യുക്തോത്തിഷ്ഠ പരന്തപ. എൻ്റെ അർത്ഥം ഇതാണ്: ഹേ അർജുന, നീ ആണും പെണ്ണും കെട്ട അവസ്ഥയെ പ്രാപിക്കരുത്. ശത്രുക്കളെ തപിപ്പിക്കുന്ന നീ ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യം വെടിഞ്ഞ് എഴുന്നേറ്റാലും. ഇതാണ് ഭഗവാൻ പറയുന്നത്. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ ഭാഷ കുറച്ച് കടുത്തതാണ്. എന്താണ് അങ്ങനെ ഭഗവാന്റെ ഭാഷ ഇത്രയധികം കൂർത്തിരിക്കാൻ കാരണം? ഇവിടെ അർജുനന്റെ ആ മൗഢ്യഭാവത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഭഗവാൻ വാക്ശരങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് ആ മൗഢ്യഭാവം? ഭഗവാൻ പറയുകയാണ് ക്ലൈബ്യം. ഭഗവാൻ ഉപയോഗിച്ചിട്ടുള്ള പദം ഇതാണ്, ക്ലൈബ്യം. ഒന്നുകിൽ സമചിത്തതയോടുകൂടി ധീരമായി പുരുഷ ഭാവത്തെ സ്വീകരിക്കുക, അല്ലെങ്കിൽ മൃദുല വികാരങ്ങൾ ഉണർത്തുന്ന സ്ത്രീഭാവത്തെ സ്വീകരിക്കുക. ഇവിടെ അർജുനൻ ഇത് രണ്ടുമല്ലാത്ത അവസ്ഥയെ, അതായത് നപുംസക ഭാവത്തെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആണും പെണ്ണും കെട്ട അവസ്ഥ. അതിനെയാണ് ഭഗവാൻ ക്ലൈബ്യം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വില്ലാളി വീരനായ അർജുനൻ അത്രയും തരം താണ അവസ്ഥയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അതാണ് ഭഗവാൻ അർജുനനോട് ഇത്രയും കഠിനമായ വാക്കുകൾ ഉപയോഗിക്കുന്നത്. കാരണം കഴിഞ്ഞ ഒരധ്യായത്തില് ഭഗവാൻ നിശബ്ദനായിരുന്നു. എന്തുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ നിശബ്ദനായത്? തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി എന്തൊക്കെ ന്യായീകരണങ്ങളുണ്ടോ അതെല്ലാം തപ്പിപ്പിടിച്ചു കൊണ്ടുവന്ന് അർജുനൻ അവതരിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഭഗവാൻ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും പറ്റില്ല. അദ്ദേഹം നിശബ്ദനായിരുന്നു. പക്ഷേ ഇപ്പോ അവസ്ഥ അതല്ല. ആ വ്യാഖ്യാനങ്ങളും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കണ്ണിൽ വെള്ളം നിറച്ച് വളരെയധികം ദുഃഖത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ അർജുനൻ ഇരിക്കുന്നത്. അപ്പോൾ അർജുനന്റെ വിഷമം ഇവിടെ ഭഗവാന് മാറ്റിക്കൊടുത്തേ പറ്റൂ. എപ്പോഴൊക്കെയാണോ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളില് ഞാനെന്ന ഭാവം, എൻ്റെ ശക്തിയാണ് ഇതെല്ലാം, ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കുന്നു, എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് നോക്കുന്നത് എന്നിങ്ങനെയുള്ള ഞാൻ എന്ന ഭാവം എപ്പോഴൊക്കെയാണോ നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്നത് ആ സമയത്ത് ഭഗവാൻ നിശബ്ദനായിരിക്കും. കാരണം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഭഗവാന് ഒന്നും പ്രവർത്തിക്കാനില്ല. അപ്പൊ അങ്ങനെ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ന്യായീകരണങ്ങളും ശക്തിയുക്തമായിട്ടുള്ള വാക്കുകളും ഉപയോഗിക്കുമ്പോൾ ഭഗവാൻ അവിടെ നിശബ്ദനായി. എന്നാൽ ഭക്തന് ഏതെങ്കിലും വിധത്തിലുള്ള സങ്കടം വന്നാൽ അവിടെ ഭഗവാൻ തുണയ്ക്ക് ഓടിയെത്തും. ആരൊക്കെയാണോ ജ്ഞാനമുള്ളത് അവൻ ജ്ഞാനം കൊണ്ട് സ്വയമേവ തന്നെ സ്വന്തം വഴികളിൽ കൂടെ സഞ്ചരിക്കാൻ സാധിക്കും. പക്ഷേ ഭക്തന്റെ അവസ്ഥ അതല്ല. ഭക്തന് ഭഗവാന്റെ സാന്നിധ്യമില്ലാതെ മുന്നോട്ട് സഞ്ചരിക്കാനേ സാധിക്കില്ല. അത് ഭഗവാൻ അറിയാം. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെയാണോ ഭക്തന്റെ കണ്ണ് നിറയുന്നത് അവിടെ ഭഗവാൻ എല്ലാ നിശബ്ദതയും വെടിഞ്ഞ് ഓടിയെത്തും. പക്ഷെ അങ്ങനെ ഓടിയെത്തുമ്പോൾ ഒരു അവസ്ഥയുണ്ട്. ഭഗവാന്റെ ആ സ്നേഹം, ആ കരുണ നമ്മളിലേക്ക് വർഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഭഗവാന്റെ കരുണ വർഷിക്കുന്നത് ഒരു പൂമഴയായിട്ടല്ല നമുക്ക് അനുഭവപ്പെടുക, മറിച്ച് അതൊരു കൽവൃഷ്ടിയായിരിക്കും. കല്ല് മഴ പതിക്കുന്ന പോലെ നമ്മുടെ ഹൃദയങ്ങളെ നോവിച്ചുകൊണ്ട് ആയിരിക്കും
ഭഗവാന്റെ കരുണ നമ്മളിലേക്ക് പതിക്കുക. അതിന് കാരണമുണ്ട്. കാരണം ഭഗവാൻ എപ്പോഴും ശുദ്ധീകരണ പ്രക്രിയ ഭക്തന്റെ ഹൃദയത്തിൽ ചെയ്തുകൊണ്ടിരിക്കും. ഭക്തന്റെ മനസ്സിൽ, ഭക്തന്റെ ശരീരത്തിൽ ഒരു വ്രണം വന്നാൽ അത് പഴുത്ത് ദ്രവിച്ച് ദുർഗന്ധം വമിക്കുന്നതായിരുന്നാൽ അത് ആ ചലവും അശുദ്ധ രക്തവും ഒലിക്കുന്ന അവസ്ഥയിലായാൽ അതെല്ലാം ഞെക്കിപ്പിഴിഞ്ഞ് കഴുകിക്കളയുക എന്നുള്ളത് അത്ര നിസാരമായ കാര്യമല്ല. എന്നാൽ അത് ചെയ്യാതിരിക്കാൻ സാധിക്കുകയുമില്ല. അപ്പൊ അത് ചെയ്യുമ്പോൾ അസഹ്യമായ വേദന നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഭക്തന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വ്രണങ്ങളും ഭഗവാൻ കഴുകിക്കളയുക. ഹൃദയത്തിൽ ഞാനെന്ന ഭാവം വലിയൊരു വ്രണമായി അവശേഷിച്ച് ഇരിക്കുമ്പോൾ പിന്നീട് തനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ ഭഗവാനെ വിളിക്കുമ്പോൾ ഭഗവാൻ ഓടിയെത്തും. എന്നിട്ട് ആ ഞാനെന്ന ഭാവത്തെ, ആ വ്രണത്തെ കഴുകിക്കളയും. ആ കഴുകിക്കളയുമ്പോൾ അത് നമുക്ക് തികച്ചും അസഹ്യമായ വേദനയായിരിക്കും. പക്ഷേ അവിടെ ആ ഭാവത്തെ കഴുകിക്കളഞ്ഞ് ഭഗവാൻ ഇരുട്ടിനെ നീക്കി ശുദ്ധമായ പ്രകാശം അവിടെ കൊളുത്തിവെക്കും. അതാണ് ഭഗവാൻ. അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. തൻ്റെ ഭക്തന് ഒരിക്കലും സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥയെ ഭഗവാൻ പ്രദാനം ചെയ്യില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ പ്രവൃത്തികളെല്ലാം ശുദ്ധീകരണ പ്രക്രിയകളാണ്. ഭഗവാൻ വസിക്കുന്നത് ഭക്തന്റെ ഹൃദയത്തിലാണ്. അപ്പോ ഭഗവാന് ഇരിക്കാനുള്ള രീതിയിൽ നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയം ശുദ്ധമാക്കണം. അല്ലെങ്കിൽ ഭഗവാൻ ഇരിക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഭഗവാനിൽ അർപ്പിച്ചാൽ അവിടെ ഇരിക്കാനുള്ള രീതി ഭഗവാൻ അറിയാം. അതുകൊണ്ട് തന്നെ ആ ഇരിപ്പിടം കഴുകി വൃത്തിയാക്കി ശുദ്ധമാക്കിയിട്ടേ ഭഗവാൻ അവിടെ ഇരിക്കൂ. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കാരണം വിലാളി വീരനായ അർജുനൻ താൻ വലിയ ജ്ഞാനിയാണെന്നുള്ള ഭാവത്തിൽ യുദ്ധം ചെയ്യാതിരിക്കാനുള്ള സകല ന്യായീകരണങ്ങളും നിരത്തി. അപ്പോൾ ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് പിന്നീട് കണ്ണിൽ വെള്ളം നിറച്ചിരിക്കുമ്പോൾ ഭഗവാന് മനസ്സിലായി ഇപ്പോ എനിക്ക് പ്രവർത്തിച്ചേ പറ്റൂ എന്ന്. അങ്ങനെ ആണ് ഭഗവാൻ മൗനം വെടിഞ്ഞ് അർജുനനോട് സംസാരിക്കാൻ ആരംഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അർജുനന്റെ ഉള്ളിലുള്ള വികാരങ്ങളെ മൃദുലമായ ഭാഷണങ്ങൾ കൊണ്ടൊന്നും മാറ്റാൻ സാധിക്കില്ല എന്ന് ഭഗവാന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഭഗവാൻ ഇത്രയും കഠിനമായ വാക്ശരങ്ങൾ ഉപയോഗിച്ച് അർജുനന്റെ ചിത്തത്തെ മുറിവേൽപ്പിക്കുന്ന വിധത്തിൽ ഉള്ള പ്രയോഗങ്ങൾ നടത്തുന്നത്. അത് അർജുനന്റെ ഹൃദയത്തിലാണെങ്കിലും അർജുനന്റെ സമ അവസ്ഥയിലുള്ള ഓരോ ഭക്തന്റെയും ഹൃദയത്തിലേക്കാണ് ഭഗവാന്റെ ഈ വാക്കുകൾ ചെന്നുകൊള്ളുന്നത്. നമുക്ക് ആ ജഗദ്ഗുരുവിൻ്റെ വചനങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് തന്നാലാവും വിധമെല്ലാം അതിൻ്റെ വ്യാഖ്യാനങ്ങളെ മനസ്സിലാക്കി ആ രസം നുകർന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലുള്ള വ്രണങ്ങൾ കഴുകിക്കളഞ്ഞ് ശുദ്ധീകരിക്കാം. നമ്മുടെ ഹൃദയ പത്മത്തിൽ സാക്ഷാൽ ഭഗവാനെ നമുക്ക് ഓരോരുത്തർക്കും കുടിയിരുത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.